ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ്ചർ കിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കാമെന്നാണ്. അതായത് DSLR ക്യാമറ ഒന്നും ആവശ്യമില്ല, മൊബൈലിൽ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് ബ്ലറാക്കാം. അപ്പോൾ നമ്മളിന്ന് ബ്ലറാക്കാൻ പോകുന്ന ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോട്ടോയാണ് നമ്മൾ ഇതേപോലെ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ടൊരു ആപ്ലിക്കേഷൻ വേണം, അതായത് പിക്സാർട്ട് എന്നാണ് പേര്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നല്ലൊരു കുപ്പിയാണ്. അപ്പോൾ എന്തെങ്കിലും കുപ്പി എടുക്കാൻ, അതായത് ഞാനിപ്പോൾ കുപ്പി വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. പല ടോയ്സൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ ഞാനിപ്പോൾ കുപ്പി വെച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഒരു കുപ്പി തപ്പിയെടുത്തു. അപ്പോൾ ഞാൻ എടുത്ത കുപ്പി എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ നമുക്ക് കുപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കുപ്പീൻ്റെ മേലക്കടെ ഒരു കയർ വെച്ചിട്ട് കെട്ടണം. അതായത് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു കയറിനകത്ത് ഇത് തൂക്കിയിടുന്ന ഒരു രീതിയിൽ ഫോട്ടോ എടുക്കാനാണ് മൊബൈൽ ഉപയോഗിച്ച്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു കയറെടുത്തു, അതായത് ചെറിയൊരു കയറാണ്. അപ്പോൾ അതിൻ്റെ മേലെ ചുറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കയറെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുപ്പീൻ്റെ മേലക്കടെ ചുറ്റുക, എന്നിട്ട് നമ്മൾ തൂക്കിയിടും. അപ്പോൾ തൂക്കിയിട്ടു. ഇനി നമുക്ക് ഈ ഫോട്ടോ ബ്ലറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പിക്സാർട്ട് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷനാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ ഫോട്ടോ എടുപ്പിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുപ്പിയെ കയറ് കെട്ടിയത് നമ്മൾ എന്ത് ചെയ്തു, നേരെ ഒരു സ്ഥലം കണ്ടുപിടിക്കുക. അതായത് ബൊക്ക എഫക്റ്റ് ഉള്ളതൊക്കെ. ബൊക്ക മീൻസ് ഈ മരത്തിൻ്റെ ഇടയ്ക്കിടെയുള്ള ഓട്ടോ ബ്ലറാകുമ്പോൾ അതായത് ബൊക്കയായിട്ട് വരും, അത് തിളങ്ങി കളിച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് എന്നിട്ട് ജസ്റ്റ് ഈ കുപ്പി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തൂക്കി വെച്ചു. അപ്പോൾ തൂക്കി കറക്റ്റ് കെട്ടി വെച്ചു. അതായത് നമുക്ക് കറക്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റ് ഒരു സ്ഥലം എനിക്ക് കിട്ടി. അപ്പോൾ ഇത്രയും കാര്യം ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കുപ്പി ആടി കളിക്കാൻ വേണ്ടി കറക്റ്റ് കെട്ടി വെച്ചു. അതായത് ഇത് റൗണ്ടായിരിക്കും. അപ്പോൾ ബ്രോക്കോഡിൻ്റെ ഒരു കുപ്പിയാണ് കിട്ടിയത്. അപ്പോൾ അത് ആ അഡ്വർടൈസ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, കറക്റ്റ് ബ്രോക്കോഡ് എന്നുള്ളത് നേരെ അങ്ങ് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മൊബൈൽ എടുത്തു. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കറക്റ്റ് ക്യാമറ ഓൺ ആക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ മേലെ വെച്ചിട്ട് ഫോട്ടോ എടുത്തു. ഒരു 3-4 തവണ എടുത്തു, കാരണം ഇത് ചെറുതായിട്ട് കറങ്ങി കളിക്കുന്നുണ്ടായിരുന്നു കാറ്റടിക്കുമ്പോൾ. അപ്പോൾ 3-4 തവണ ഫോട്ടോ എടുത്തു. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇപ്പോൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട്, അതായത് SLR എടുത്ത പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ പിക്സാർട്ട് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ നേരെ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പിക്സാർട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രോപ്പ് ചെയ്യാനായിട്ട് ഞാൻ മേലെ ക്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതെടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്യുകയാണ്. അതായത് കറക്റ്റ് ആ കയർ ഒഴിവാക്കിയിട്ട് ക്രോപ്പ് ചെയ്യുകയാണ്. ക്രോപ്പ് ചെയ്ത് ജസ്റ്റ് ടിക്ക് കൊടുത്തു. അപ്പോൾ ക്രോപ്പായി ഫോട്ടോ. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ FX എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ പോവാം. അന്നേരം ബ്ലർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോവാം. അന്നേരം അതിനകത്ത് 2 ബ്ലറുണ്ട്, അതായത് ബ്ലറും പിന്നെ സാധാ ബ്ലറും. ഞാനിപ്പോൾ സാധാ ബ്ലറാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യുക, റബ്ബ് ചെയ്യുക. ഞാൻ റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ റബ്ബ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളിൽ കറക്റ്റ് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. ബ്രഷിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഹാർഡ്നെസ് കൂട്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ബ്ലറാക്കി. ഇനിയിപ്പോൾ അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ വന്ന ഗ്യാപ്പ് വന്നെടുത്ത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഗ്യാപ്പ് പോയി കിട്ടും. ജസ്റ്റ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഫില്ല് നമുക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അന്നേരം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ കണ്ടില്ലേ. അപ്പോൾ എവിടേക്കാണ് ഗ്യാപ്പ് വന്നത് അവിടെയൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പക്കയാണ്. ഒന്നുകൂടെ നോക്കുക, കാരണം ഇങ്ങനെ കണ്ടില്ലേ, ചെറിയൊരു ഗ്യാപ്പ് മതി, അന്നേരം അത് അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ഒന്നുകൂടെ റബ്ബ് ചെയ്ത് കൊടുത്തായി നോക്കിയിട്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ബ്ലർ നമുക്ക് കൂട്ടണം. അപ്പോൾ നമ്മൾ ടിക്ക് കൊടുക്കണം. നമ്മൾ ബ്ലർന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ പോയിട്ട്, അതായത് ബ്ലർ കുറച്ചൊന്ന് കൂട്ടുകയാണ്. കണ്ടില്ലേ, ബ്ലർ കൂട്ടുന്നതോടും ക്യാമറയിൽ എടുക്കുന്ന പോലെ തന്നെ ആയിരിക്കും. ഫെയ്ഡ് നോക്കുമ്പോൾ ഫെയ്ഡ് ബ്ലർ കുറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ബ്ലർ ഒരു മാക്സിമം വെക്കുക. അതായത് വലിയ ലെൻസ് ഇട്ടൊക്കെ എടുത്താലാണ് ഇത്രയും ബ്ലറാകുക. ഒരു മാക്സിമം ഒരു 13-14 അതിനകത്ത് വെച്ചു ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഞാൻ എഡിറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ ജസ്റ്റ് കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ SLR എടുത്ത പോലെ, അതായത് ക്യാമറയിൽ എടുക്കുന്ന പോലെ തന്നെ കറക്റ്റ് ആക്കാം. ക്യാമറ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ബ്ലറാവില്ല എന്നുള്ളൂ. ഇപ്പോഴത്തെ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പക്ക ക്ലിയറും കാര്യങ്ങളുണ്ടാവും. പക്ഷേ ബ്ലറാവണമെങ്കിൽ പോർട്രേറ്റ് മോഡൊക്കെ പക്ക അയക്കില്ല. അപ്പോൾ നമുക്ക് ക്ലാരിറ്റി മാത്രം മതി. ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ഉണ്ടായാൽ മതി ഫോട്ടോയ്ക്ക്, വേറെ ഒന്നും വേണ്ട. എന്നിട്ട് നമ്മൾ ജസ്റ്റ് പിക്സാർട്ട് എടുത്തിട്ട് ഇങ്ങനെ ബ്ലറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലോഗോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഏകദേശം ഇതേപോലെ ഇരിക്കും.
അപ്പോൾ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അതായത് വ്യത്യാസം ഞാൻ ആദ്യം എടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതെ ഇതാണ്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ അതെ ഇതാണ്. അപ്പോൾ രണ്ടും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, കണ്ടോ എത്ര പക്ക എന്ന്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. സോ ഇതിനും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബോ ഷെയറോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ നാളെ വൈകുന്നേരം 4 മണിക്കാണ്. അതുവരേക്കും ബൈ ബൈ.